നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിനെ തകർത്തതിൽ മുഖ്യ ഉത്തരവാദി ചീഫ് സെലക്ടർ അജിത് അഗാർക്കറാണ്. പ്രതിഭകളെ അയാൾ നശിപ്പിച്ച് കളഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിലടക്കം അജിത് അഗാർക്കറിനും ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിനെതിരെയൊക്കെയുള്ള നിരവധി കമൻറ്റുകളുണ്ട്. ഏതായാലും നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലേഖനമാണ്. സൈൽ മൽഹോത്രയുടെ ഒരു ലേഖനമാണ്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന കാര്യം, അജിത് അഗാർക്കർ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുറേ കളിക്കാരെ കുറേ ബയാസ് വെച്ച്, പേഴ്സണൽ ബയാസ് വെച്ച് ട്രീറ്റ് ചെയ്ത് നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട അവസരം അതുപോലെ കൃത്യമായിട്ട് കൊടുത്തില്ല. കുറേ ആളുകൾ വെറുതെ ബെഞ്ചിലിരുത്തി, അതുപോലെ ചില ആളുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടി വൈകിപ്പിച്ചു, വേണ്ട വിധത്തിൽ പ്ലേയിങ് ടൈം കൊടുക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. എന്നാലും ആ ലേഖനത്തിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, ഹൗ അജിത് അഗാർക്കർ ലെറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ഡൗൺ വൺ ടാലൻറ്റഡ് പ്ലെയർ അറ്റ് എ ടൈം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ലേഖനം. അതിലെടുത്ത് പറയുന്ന പേരുകാർ ആരെയൊക്കെയാണ് ഇങ്ങനെ ഡിഫറൻ്റ്ലി ട്രീറ്റ് ചെയ്തതെന്നുള്ളത്. ഒന്ന് ഹാർദിക് പാണ്ഡ്യ, ശ്രേയസ് അയ്യർ, ഇഷാൻ കിഷൻ, സർഫറാസ് ഖാൻ, അഭിമന്യു ഈശ്വരൻ, റിങ്കു സിംഗ്, സഞ്ജു സാംസൺ, രുദ്രാജ് ഗെയ്ക്വാദ്, മുഹമ്മദ് ഷാമി, ഈ ലിസ്റ്റിൽ ഇനിയും ഒരുപാട് പേരെ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിൽ എടുത്തു പറയുന്ന കാര്യമുണ്ട്, പലതരത്തിൽ സെലക്ഷനിൽ പല മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. സോ ഹൈ ഡിഗ്രി ഓഫ് റാൻഡംനെസ്, പേഴ്സണൽ ബയാസ്, പ്രീ കൺസീവ്ഡ് നോഷൻസ് ഒക്കെ വെച്ചുകൊണ്ടാണ് അജിത് അഗാർക്കർ ചെയറായിട്ടുള്ള സെലക്ഷൻ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് എന്നാണ് ആരോപണം. പലപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണിത് എന്ന് പറയാതെ വയ്യ. ഇവിടെ ഓരോ താരങ്ങളുടെ കാര്യവും എടുത്തു പറയുന്നുണ്ട്. ഹാർദിക് പാണ്ഡ്യയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ കൺവീനിയൻ്റ്ലി വൈറ്റ് ബോൾ ലീഡർഷിപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞു. ഒരു ഘട്ടത്തിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഹാർദിക് പാണ്ഡ്യ ഇന്ത്യയുടെ T20 ക്യാപ്റ്റനാവും എന്നൊക്കെയാണ്, ഏകദിന ക്യാപ്റ്റനാവും എന്നൊക്കെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അതിൽ നിന്ന് കൺവീനിയൻ്റ്ലി ഒഴിവാക്കി കളയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. പിന്നെ ശ്രേയസിനെയും ഇഷാനെയും ഡൊമസ്റ്റിക് ക്രിക്കറ്റ് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പണിഷ് ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്നാൽ സർഫറാസിൻ്റെ കാര്യത്തിലോ, സർഫറാസിനെ സീനിയർ ടീമിലേക്കുള്ള കോളപ്പ് മനഃപൂർവ്വം വൈകിപ്പിച്ച് വരുത്തുന്ന പോലുള്ളൊരു ഫീലാണ് ഉണ്ടായത്. ഏതായാലും അതിപ്പോഴും അൺസോൾഡ് മിസ്റ്ററി ആയിട്ട് നിൽക്കുകയാണ് സർഫറാസിൻ്റെ ഒരു കാര്യം. അഭിമന്യു ഈശ്വരൻ്റെ കാര്യമോ, അദ്ദേഹത്തെ ഓവർസീസ് ടെസ്റ്റിന് കൊണ്ട് ബെഞ്ചിലിരുത്തി കുറേ സമയം നശിപ്പിച്ചു എന്നല്ലാതെ പ്രത്യേകിച്ചൊരു അവസരവും കൊടുത്തതുമില്ല. റിങ്കുവിൻ്റെ കാര്യമോ, റിങ്കു വളരെ സോളിഡ് ആയിട്ടുള്ള ലിസ്റ്റ് കരിയർ അദ്ദേഹത്തിനുണ്ട്, ഫസ്റ്റ് ക്ലാസ് റെക്കോർഡുണ്ട്. ഇതൊക്കെ ആണെങ്കിലും T20 സ്പെഷ്യലിസ്റ്റ് ആണെന്ന് മുദ്ര കുത്തിയിരിക്കുകയാണ്. എന്നിട്ടോ ഇപ്പോൾ അദ്ദേഹത്തിന് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗെയിം ടൈം കൊടുക്കുന്നില്ല. സഞ്ജു സാംസന്റെ കാര്യം അതുകൂടി ഈ ലേഖനത്തിൽ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. സഞ്ജുവിനെ ടീമിൽ നിന്ന് അകത്തേക്കും പുറത്തേക്കും കൺവീനിയൻ്റ്ലി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നു. ഈവൻ ബാറ്റിംഗ് ഓർഡറിലും ഇതേപോലെയൊക്കെ സഞ്ജുവിൻ്റെ കാര്യത്തിൽ കളിച്ചു. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് T20 ഏകദിനത്തിലോ അവസാനമൊക്കെ കളിക്കുമ്പോൾ സെഞ്ചുറിയൊക്കെ അടിച്ച ആൾ പിന്നെ ടീമിലേക്ക് വിളിച്ചില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇനി ആസ് ഫാർ ആസ് ഗെയ്ക്വാദ് ഈസ് കൺസേൺഡ്, മറ്റൊരു ക്ലാസിക് എക്സാമ്പിളാണ് രുദ്രാജ് ഗെയ്ക്വാദിൻ്റേത്. ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ അദ്ദേഹം നന്നായി കളിക്കുമ്പോഴും വേണ്ടത്ര അവസരങ്ങൾ സീനിയർ ടീമിലേക്ക് കൊടുക്കുന്നില്ല. വീണ്ടും ഷമിയുടെ കാര്യത്തിൽ എല്ലാവർക്കും അറിയാം, വെറ്ററൻ സീമർ ഇപ്പോൾ സ്ഥിരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബംഗാളിന് വേണ്ടിയിട്ട്. എന്നാൽ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പറയുന്നത് വേണ്ടത്ര കളിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ചില ഘട്ടങ്ങളിൽ അദ്ദേഹം ഔട്ട് ബേസ്റ്റ് ഒക്കെ നടത്തിയത് കൊണ്ട് ഷമിക്ക് ഇനി ഇന്ത്യൻ ടീമിലേക്ക് വരാനുള്ള വാതിലുകൾ തുറക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഒരു ഘട്ടത്തിൽ അത്രയധികം മത്സരങ്ങൾ കളിച്ചിട്ട് വർക്ക് ലോഡ് മാനേജ്മെൻറ്റ് മാത്രം ഭാഗമായിട്ടൊക്കെ ഒഴിവാക്കിയിട്ടുള്ളൊരു കളിക്കാരനാണ്. ഇപ്പോൾ സ്ഥിരമായിട്ട് ടീമിലേക്ക് എടുക്കാതെ, അതും ചില ആവറേജ് പ്ലേയേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തെ ഒഴിവാക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ആ സിസ്റ്റത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ദെൻ ഷമി ഇപ്പോഴും ബംഗാളിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും പക്ഷേ അജിത് അഗാർക്കർ പറയുന്നു ആവശ്യത്തിനുള്ള കളി അദ്ദേഹം കളിക്കുന്നില്ല എന്ന്. ഇഷാൻ കിഷൻ്റെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ, ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ വളരെ റെഗുലറായിട്ട് അദ്ദേഹം കളിച്ചു. എന്നിട്ട് ഇപ്പം ഇന്ത്യ എ കോള് ലാസ്റ്റ് ഇയറിൽ വന്നിട്ടുണ്ടായിരുന്നു, ഹെഡ് ഓഫ് ബോർഡർ ഗാവസ്കർ ട്രോഫി. പക്ഷേ
ടീമിലേക്ക് വന്നില്ല. ദെൻ ഇംഗ്ലണ്ടിലെ ആ ഒരു ടൂറിൻ്റെ സമയത്ത്, ഇന്ത്യയുടെ ടൂറിൻ്റെ സമയത്ത് ടെസ്റ്റ് ഗോളപ്പിന് തൊട്ടരികിലെത്തിയിരുന്നു പന്തിനൊക്കെ പരിക്ക് പറ്റിയ സമയത്ത്. പക്ഷെ പിന്നീട് താരത്തെ ടീമിലേക്ക് എടുത്തില്ല. വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ആ ഒരു സ്ക്വാഡിലേക്കും എടുത്തില്ല. അപ്പോൾ അജിത് അഗാർക്കർ പറഞ്ഞത് വേണ്ടത്ര മത്സരങ്ങളില്ല എന്നാണ്, അതായത് ഡൊമസ്റ്റിക് കളിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷേ അദ്ദേഹം എല്ലാ മത്സരങ്ങളും കളിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ഇഷാൻ പ്ലേഡ് എവറിത്തിങ് ഫ്രം DY പാട്ടീൽ T20 ടൂർണമെൻറ്റ് ടു മൾട്ടി ഡേ ബുച്ചി ബാബു. എന്നിട്ടും അദ്ദേഹത്തെ ഈ ഒരു മത്സരങ്ങൾക്ക്, അതായത് വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരങ്ങൾക്കൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല എന്ന് തന്നെയാണ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. ഇങ്ങനെ റാൻഡംലി ട്രീറ്റ് ചെയ്തിട്ടുള്ള കുറേ കളിക്കാരുണ്ട്. അതായത് ഹാർദിക് പാണ്ഡ്യ, ശ്രേയസ് അയ്യർ, ഇഷാൻ കിഷൻ, സർഫറാസ് ഖാൻ, അഭിമന്യു ഈശ്വരൻ, റിങ്കു സിംഗ്, സഞ്ജു സാംസൺ, രുദ്രാജ് ഗെയ്ക്വാദ്, മുഹമ്മദ് ഷമി. ഇപ്പോൾ തീരെ അവസരം കൊടുക്കുന്നില്ല എന്നല്ല, അവസരം കൊടുക്കും, പുറത്താക്കും. അതായത് നന്നായി പെർഫോം ചെയ്താൽ പോലും പിന്നെ സ്ക്വാഡിലേക്ക് ചിലപ്പോൾ ഒന്നും വിളി വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം സൗത്ത് ആഫ്രിക്ക ODI ടീം സെലക്ഷൻ്റെ സമയത്ത് ഇഷാൻ കിഷൻ്റെ പേര് ഡിസ്കഷനിലേക്ക് വന്നിരുന്നു. എന്നിട്ടും പക്ഷേ വേണ്ടത്ര സപ്പോർട്ട് കൊടുക്കാതെ അദ്ദേഹത്തെ ഒഴിവാക്കിയായിരുന്നു. ഈ ഫോർമാറ്റിൽ ഡബിൾ അണ്ടർ അടിച്ചിട്ടുള്ളൊരു കളിക്കാരൻ, അത് ഇപ്പം 3rd വിക്കറ്റ് കീപ്പർ എന്ന രൂപത്തിൽ ധ്രുവ് ജുറലിനെ ആഡ് ചെയ്യപ്പെടുമ്പോൾ, ധ്രുവ് ജുറൽ ഈ ഒരു ഫോർമാറ്റിൽ കളിച്ചിട്ടില്ല എന്നുള്ള കാര്യം നോക്കണം. എന്നിട്ടും പക്ഷേ ഇഷാൻ കിഷൻ എടുക്കുന്നില്ല. അതും മിഡിൽ ഓർഡറിൽ കൂടുതൽ ലെഫ്റ്റ് ഹാൻഡർമാർക്ക് അവസരം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഘട്ടമാണ് എന്ന കാര്യം കൂടി നോക്കണം. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞു, ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞിരുന്നു. അതായത് ഒരുപാട് ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ട്രാവൽ നടക്കുന്നു, മിക്കവാറും ബെഞ്ചിലിരിക്കുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹം ഒരു ബ്രേക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷയമാണിത് എന്നാണ്. ഇഷാൻ കിഷൻ മാത്രമല്ല, ശ്രേയസ് അയ്യരും ഈ കാര്യത്തിൽ കമ്പനിക്കുണ്ട്. അദ്ദേഹം തൻ്റെ ബാക്ക് ഇഷ്യൂസിൻ്റെ കാര്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഡൊമസ്റ്റിക് ഫിക്സറിൽ നിന്ന് അത് സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു റിക്കവറിക്ക് വേണ്ടി മാറിയെന്നാണ്. അതിൻ്റെ ഫലം എന്താണ്? അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഉയർത്തി അദ്ദേഹത്തെ സെൻട്രൽ കോൺട്രാക്റ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു. അതാണ് ചെയ്തത്. അതും വളരെ കിടിലൻ പ്രകടനം. 2023 ODI വേൾഡ് കപ്പിൽ ഇന്ത്യ ഫൈനലിൽ എത്തിച്ചതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച കളിക്കാരൻ. തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെ സെൻട്രൽ കോൺട്രാക്റ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യപ്പെടുന്നത്. ദെൻ പിന്നീട് അദ്ദേഹം ഡൊമസ്റ്റിക് ക്രിക്കറ്റിലേക്ക് തന്നെ മടങ്ങിപ്പോയി. KKR IPL ജേതാക്കളാക്കി. പിന്നെ മുംബൈക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തി. ചാമ്പ്യൻസ് ട്രോഫിയിൽ പിന്നീട് ബാറ്റ് കൊണ്ട് മികവ് കാണിച്ചു. ദെൻ അദ്ദേഹം നമുക്കറിയാമല്ലോ, PBKSൽ അദ്ദേഹത്തിനൊരു ബമ്പർ, IPL ബമ്പർ തന്നെ കിട്ടി. ദെൻ അദ്ദേഹത്തെ ഏഷ്യ കപ്പിൽ നിന്ന് ഓവർലുക്ക് ചെയ്തു. അതാണ്. അപ്പോൾ അഗാർക്കറിനോട് ആ സമയത്ത് അത് ചോദിച്ചപ്പോൾ അഗാർക്കർ പറഞ്ഞത് 15 അംഗ സ്ക്വാഡിൽ എടുത്തിട്ട് എവിടെ കളിപ്പിക്കാനാണെന്ന്. ശരി, സ്റ്റാൻഡ് ബൈസ് ആയിട്ട് പോലും ശ്രേയസ് അയ്യർ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതിന് എന്ത് മറുപടിയാണ് പറയാനുണ്ടാവുക? അപ്പോൾ ഇത് വലിയ രൂപത്തിൽ ഇങ്ങനെ ബാക്ക്ലാഷ് ചെയ്യുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അതിൽ പറയുന്നത് അജിത് അഗാർക്കറും ശ്രേയസ് അയ്യരും തമ്മിൽ ചില ഇഷ്യൂസ് നേരത്തെ തന്നെ ഉണ്ട് എന്ന തരത്തിലാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അഗാർക്കർ ആൻഡ് കമ്പനി. പക്ഷേ ഇങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ വരുമ്പോഴും അവരുടേതായിട്ടുള്ള രീതിയിൽ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിമർശനങ്ങൾ അതിശക്തമായിട്ട് വരുന്നു, പക്ഷേ അവരവരുടെ രീതി അങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്.